എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയമാണ് വിളകളും കളകളും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നില്ല. കള ഒരു യാഥാർത്ഥ്യമാണ്, വിള ഒരു യാഥാർത്ഥ്യമാണ്. ഈ വിളയും കളയും തമ്മിൽ ഒരിക്കലും അവസാനിക്കാത്ത യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഒരു യാഥാർത്ഥ്യമാണ്. 3 യാഥാർത്ഥ്യങ്ങളാണ് ഒരുമിച്ച്. വിള ഒരു യാഥാർത്ഥ്യം, കള ഒരു യാഥാർത്ഥ്യം, കളയും വിളയും തമ്മിലുള്ള ആ ഒരു വലിയ ഒരു സംഘർഷം എല്ലാ വീട്ടിലുമുണ്ട്, എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട്, എല്ലാ സമൂഹത്തിലുമുണ്ട്, എല്ലായിടത്തുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കുറച്ച് മനസ്സിലാകാൻ എളുപ്പത്തിൽ ഞാൻ നിങ്ങളോട് പറയാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 18-ഉം 19-ഉം തിരുലിഖിതങ്ങൾ. യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു, അവൻ പിശാച് ബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു, അപ്പോൾ അവർ പറയുന്നു, ഇതാ ഭോജനപ്രിയനും വീഞ്ഞുകുടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ ജീവിതത്തിൽ ഈശോ മിശിഹ അഭിമുഖീകരിച്ച ഒരു വലിയ യാഥാർത്ഥ്യം ഈശോ പറയുകയാണ്. അതായത് ചങ്കെടുത്ത് കാണിച്ച ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്ന സ്ഥിതിയാണ് ഈ പല ആളുകൾക്കും. ദൈവപുത്രനായ ഈശോയേക്കാൾ ആത്മാർത്ഥമായിട്ട് ഇനി ആർക്കാണ് ഈ ഭൂമിയിൽ ജനുവനായിട്ട് ജീവിക്കാൻ സാധിക്കുക? അത്രയും ജനുവനായി ദൈവസന്നിധിയിൽ വ്യാപരിച്ച ഈശോ മിശിഹായെ അവർ കുറ്റം വിധിക്കുകയാണ്, അവർ നിഷേധിക്കുകയാണ്, അവർ ദുഷിക്കുകയാണ്. അപ്പോൾ ഈശോ ഈ ഒരു യാഥാർത്ഥ്യത്തെ വെളിപ്പെടുത്തുകയാണ്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ, ലോകത്തിൻ്റെ മക്കളുടെ മുമ്പിൽ ദൈവപുത്രന്മാർ അവർ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും ലോകത്തിൻ്റെ മക്കൾക്ക് അവരെ അംഗീകരിക്കാൻ പറ്റില്ല. എപ്പോഴും ലോകത്തിൻ്റെ മക്കൾ ദൈവപുത്രന്മാരുടെ മേൽ കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. യോഹന്നാൻ, സ്നാപക യോഹന്നാൻ ഇത്രമാത്രം തീയായ ഒരു ദൈവദാസനുണ്ടോ? ഈശോ പോലും സ്നാപക യോഹന്നാൻ അത്രമാത്രം പ്രശംസിച്ചിട്ടുണ്ട്. ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനായി വന്ന സ്നാപക യോഹന്നാൻ, മരുഭൂമിയിലെ ശബ്ദമായി വന്ന സ്നാപക യോഹന്നാൻ, പക്ഷേ അവനെ വെറുതെ ഭ്രാന്തനാക്കി. ലോകത്തിൻ്റെ മക്കൾ അവനെ ഭ്രാന്തനാക്കി. ഈശോ പറയുകയാണ്, സ്നാപക യോഹന്നാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനായി വന്നു, എന്നാൽ എന്തു പറയണു? നിങ്ങൾ അവന് വായിച്ചു നോക്കിയേ. അപ്പോൾ പറയുന്നു, പിശാച് ബാധിതനാണ്. മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനായി വന്നു. അപ്പം എന്ത് പറയണു? അപ്പോൾ പറയുകയാണ്, വീഞ്ഞുകുടിയൻ, തോന്നിയാസി, പാപികളുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞ്? വെടക്കാക്കി തനിക്കാക്കുക. അത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പുണ്യവാളൻ ഭക്തിമാർഗ പ്രവേശിക എന്നൊരു ഗ്രന്ഥത്തിൽ ചില വെളിപ്പെടുത്തലുകൾ നൽകിയിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇന്ന് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനാദ്യത്തെ 249-ാമത്തെ പേജിൽ ഒരു കാര്യം വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുകയാണ്. ലോകം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ഗവനിക്കരുത്. ലോകത്തിൻ്റെ മക്കളും ദൈവപുത്രന്മാരും തമ്മിൽ ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. ചെന്നായും കുഞ്ഞാടും തമ്മിൽ എന്ത് ബന്ധം? ഇരുമ്പും മൺകലവും തമ്മിൽ എന്ത് ബന്ധം? നീ ഒരു ഭക്തജീവിതം ആരംഭിച്ചിരിക്കുന്നുവെന്ന് അറിയുന്ന മാത്രയിൽ ലോകം നിന്റെ മേൽ നിരവധി പരിഹാസങ്ങളും അപവാദങ്ങളും വർഷിക്കും. വിശുദ്ധൻ അത് വെളിപ്പെടുത്തുകയാണ്. എന്താ? നീ ഒരു നീ ധ്യാനം കൂടി, നീ മദ്യപാനം നിർത്തി, കൊന്തയെല്ലാം തുടങ്ങി, നീ തിന്മയുടെ കൂട്ടുകെട്ട് വിട്ട് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ തുടങ്ങി, ലോകം നിൻ്റെ മേൽ അതിനിന്ദ്യമായ ഒരുപാട് കാര്യങ്ങൾ നിൻ്റെ മേൽ കോരിച്ചൊരിയാൻ തുടങ്ങും.
അതിനികൃഷ്ടരായ മനുഷ്യർ, അവരുടെ ഇതിൽ നിന്നും വ്യത്യസ്തങ്ങളായ നിന്റെ ജീവിതഗതികളെ, കപടഭക്തി, കൃത്രിമ സ്വഭാവം, ആർട്ടിഫിഷ്യൽ കേട്ടോ, ഇതൊക്കെ ഒരു തട്ടിപ്പാണെന്നുള്ളതേ. തട്ടിപ്പ്, ഉഡായിപ്പ്, ഈ വാക്കിന് പകരം ഇന്നുള്ളതാണ് ഉഡായിപ്പ്. ഓരോരോ കപടഭക്തി, ഉഡായിപ്പ് എന്നൊക്കെ വ്യാഖ്യാനിക്കുക സാധാരണമാണ്. ലോകം നിന്നെ നിസാരനായി ഗണിച്ചതിനാൽ നീ നിരാശപ്പെട്ട ദൈവത്തിലേക്ക് തിരിഞ്ഞതായിരിക്കും എന്നാണ് അവർ പറഞ്ഞു വരുത്തുക. അതായത് നിന്റെ ബിസിനസ് എല്ലാം തകർന്നു, നിന്റെ കാര്യങ്ങളെല്ലാം അടിതെറ്റി, നീ കംപ്ലീറ്റ് അമ്പേ പരാജിതനായി, അതുകൊണ്ട് നീ ഒരു ധ്യാനം കൂടി നീ ദൈവത്തിലേക്ക് തിരിഞ്ഞതാണ്. ഇങ്ങനെ നിന്നെ ദുർവ്യാഖ്യാനം ചെയ്യും. ലോകം നിന്നെ നിസാരനായി ഗണിച്ചതിനാൽ നീ നിരാശപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞതായിരിക്കാം എന്നാണ് അവർ പറഞ്ഞു വരുത്തുക. ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ വൈദികരാകാൻ പോകുന്നത് പ്രേമനൈരാശ്യം കൊണ്ട് അച്ഛനാകാൻ പോയതായിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ട് ചില ആളുകളെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രേമനൈരാശ്യം കൊണ്ട് കോൺവെന്റിൽ ചേർന്നു. വളരെ ദൈവത്തിൻ്റെ നേരിട്ട് ഇടപെടലുണ്ടായി. അങ്ങനെ ദൈവത്തിൻ്റെ വിളി കേട്ട് പോകുന്ന ഒരു ജീവിതത്തെക്കുറിച്ച് വളരെ ചിത്രീകരിക്കുക. ഓരോ സിനിമകളിലും ഓരോരോ കാര്യങ്ങളിലും ഇന്ന് ലോകം എങ്ങനെയൊക്കെയാണ് ഓരോന്നിനും ചിത്രീകരിച്ച് വെക്കണം നിങ്ങൾ ചിന്തിച്ച് നോക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. അതുകൊണ്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ലോകത്തെയും ലോകത്തിൻ്റെ മാർഗങ്ങളെ ഉപേക്ഷിച്ച്, പിശാചിനെയും അവൻ്റെ സന്തോഷങ്ങളെ ഉപേക്ഷിച്ച്, യേശുക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ ശുശ്രൂഷിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പൗരുഷത്തിലേക്ക് ഉയരുമ്പോൾ, കർത്താവിൻ്റെ കൃപയിലേക്ക് ഉയരുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ ശിഷ്യനായി തീരുമ്പോൾ, ലോകം അവൻ്റെ മേൽ അതിനികൃഷ്ടമായ വിധം ആക്രമണങ്ങൾ അഴിച്ചുവിടും. ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ മേൽ അതിനികൃഷ്ടമായ വിധം ആക്രമണം അഴിച്ചുവിടും. തുടർന്ന് വായിച്ചു നോക്കിയേ, അതിനെന്താ കാണുന്നത്? സ്നേഹപരമായി ഉപദേശിക്കുന്നു എന്ന ഭാവേന നിന്റെ സ്നേഹിതർ ശകാര വർഷങ്ങളാൽ നിന്നെ അലട്ടും. ഇപ്രകാരം നിന്റെ ഭക്തജീവിതം തുടരുന്നുവെങ്കിൽ നീ മന്ദീഭവിച്ച് യൗവനത്തിൽ തന്നെ ക്ഷീണകാതരനാവുകയും ലോകത്തിലുള്ള നിന്റെ സ്ഥാനം നഷ്ടപ്പെട്ട് നീ നിരാധാരനാവുകയും നിന്റെ കുടുംബസ്ഥിതി അസ്തപ്രായമാവുകയും ചെയ്യും എന്ന് പറയുന്നതിനും അവർ മടിക്കുകയില്ല. ലോകത്തിൽ ജീവിക്കുന്നത് ലോകസാധാരണമായി വേണം എന്നാണ് അവരുടെ അഭിമതം. എന്താ ഇതിൻ്റെ അർത്ഥം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതായത് എന്ത് ചെയ്താലും ഒരു വ്യക്തി തൻ്റെ എന്താ പറയുന്നത്, ദുർനടപ്പ് നിർത്തി, അദ്ദേഹം ദൈവവചനം കേട്ടു, അദ്ദേഹം ബാറ് നിർത്തി, അദ്ദേഹം സാധാരണ ഒരു ബിസിനസ് ആരംഭിച്ചു എന്ന് വിചാരിക്കും. ഉടനെ സ്നേഹഭാവേൻ എന്ന നിലയിൽ വന്ന ആക്രമണം തുടങ്ങും. ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? 3 പെൺമക്കളല്ലേ ഉള്ളത്, അതിനെ കെട്ടിക്കണ്ടേ? ഇങ്ങനെ തുടങ്ങും ഓരോന്ന്. അല്ലെങ്കിൽ ഇങ്ങനെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോയാൽ നീ എല്ലാം തോലുവായി മാറും. നീ അങ്ങനെ വെളുപ്പിനൊന്നും എഴുന്നേക്കണ്ട, ക്ഷീണിച്ചു പോകും. നീ ഇങ്ങനെ ഉപവാസം എടുക്കരുത്, ഉപവാസം എടുത്തവർ ഒരുപാട് പേര് വട്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പലതും പറയാൻ തുടങ്ങും. കുടലുണങ്ങി പോകും. വേറൊരു കൂട്ടരുടെ വാദമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആയിരക്കണക്കിന് വർഷങ്ങളായി അനേകായിരങ്ങൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലും വിജയിച്ച്, ലോകത്തെ ജയിച്ച്, അത്ഭുതങ്ങൾ, ദൈവത്തിൻ്റെ ഐക്യത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്തതെന്നും ഇവരുടെ ശ്രദ്ധപ്പെടുകയില്ല. ഒരു ആത്മീയ ഒരു കൊന്ത എഴുതാൻ തുടങ്ങിയാൽ മതി, അല്ലെങ്കിൽ പതിവിൽ എല്ലാ ദിവസവും എഴുതുന്നത് പള്ളിയിൽ പോകാൻ തുടങ്ങിയാൽ മതി, എല്ലാ ദിവസവും എന്തെങ്കിലും ബൈബിൾ വായിക്കാൻ തുടങ്ങിയാൽ മതി, ഒരു ആത്മീയ കാര്യം ചെയ്യാൻ തുടങ്ങിക്കേ, അപ്പോൾ അറിയാം ഈ യുദ്ധത്തിൻ്റെ രൂക്ഷത. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ ഒരു ആത്മീയ രംഗത്ത് കർത്താവിൻ്റെ വഴികളിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിനെ ആക്രമം. ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ചെന്നായും കുഞ്ഞാടും തമ്മിൽ എന്ത് ബന്ധം? ചെന്നായും കുഞ്ഞാടും, ഇരുമ്പും മൺകലവും തമ്മിൽ എന്ത് ബന്ധം? ഇതുപോലെ തന്നെയാണ് പാപിയും ദൈവഭക്തനും തമ്മിലുള്ള ബന്ധം.